എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. നമ്മുടെ ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത് ശനിമാറ്റം മൂലം ദോഷമുള്ള നക്ഷത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ കർക്കിടകക്കൂറിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത് പുണർദം, പൂയം, ആയില്യമാണ്. ഈ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് കർക്കിടകക്കൂറിൽ നിൽക്കുമ്പോൾ ശനിയുടെ മാറ്റം മൂലം എന്തൊക്കെ സ്ഥിതിയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ശനി നമുക്ക് 30 വർഷക്കാലമാണ് ഒരു രാശിചക്രം കംപ്ലീറ്റ് ആക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2.5 വർഷമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2.5 വർഷം സ്ഥിതി ചെയ്യുമ്പോൾ ഈ വരുന്ന 29 മാർച്ച് 2025 ശനി 2.5 വർഷം കംപ്ലീറ്റ് ആക്കി അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശനിയുടെ സ്ഥിതി എന്ന് വെച്ചാൽ കുംഭൻ രാശിയിലാണ്. അപ്പോൾ കുംഭം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് ശനി സഞ്ചരിച്ച് 2.5 വർഷം അവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചില ഗ്രഹങ്ങൾക്ക് ഇത് മാറ്റം ദോഷമാണ്, ചില ഗ്രഹങ്ങൾക്ക് അത് ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ്. അപ്പോൾ ശനിയുടെ ഒരു ക്ഷേത്രമാണ് 3, 6, 8, 12 എന്ന് പറയുന്നത്. പക്ഷേ അത് 8ാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുന്ന സ്ഥിതി വരുന്നതാണ് കർക്കിടകക്കൂറുകാർക്ക്. അപ്പം പുണർദം, പൂയം, ആയില്യക്കാർക്ക് 8ാം ഭാവത്തിലേക്ക് ശനി വരുന്നത് നമ്മൾ അഷ്ടമശനി എന്നാണ് പറയുന്നത്. അപ്പോൾ 8ാം ഭാവസ്ഥിതി ശനിയുടെ ക്ഷേത്രമാണെങ്കിലും നമുക്കവിടെ ദോഷഫലങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് അത് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് കാണുന്നത്. അപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖങ്ങളുണ്ട്, അപ്പോൾ ഈ അസുഖങ്ങൾക്ക് ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് അത് കൂടുന്ന സ്ഥിതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ ഫലിക്കാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള സ്ഥിതിയാണ് ഈ അഷ്ടമ ശനിയിൽ നമുക്കുണ്ടാകുന്നത്. കാരണം ആയുസ്ഥാനത്ത് നിൽക്കുന്ന ശനിയാണ്. അപ്പോൾ അതല്ലാതെ മറ്റ് ദോഷങ്ങളൊന്നും ശനിയുടെ മാറ്റം കൊണ്ട് നമുക്കുണ്ടാകുന്നില്ല. അപ്പോൾ 8ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് നമ്മൾ അഷ്ടമശനിയായിട്ട് കാണുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക്, അങ്ങനെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് അതിനുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് ദോഷത്തെ ഒരു പരിധി വരെ നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് ഈ 8ാം ഭാവസ്ഥിതിയിൽ ദോഷമില്ലാത്ത സ്ഥിതി വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 8ാം ഭാവസ്ഥിതി മാറാൻ പോവുകയാണ്. അപ്പോൾ 8ൽ നിൽക്കുന്ന ശനിക്ക് ഇപ്പോൾ 9ാം ഭാവത്തിലേക്കൊരു മാറ്റം വരുന്നതുണ്ട്. അപ്പോൾ അത് 2025 മാർച്ച് 29 ശനി 8ൽ നിന്ന് 9ലേക്ക് പോകുമ്പോൾ അതൊരു ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ ശനിയുടെ ദോഷങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഗുണങ്ങളുമില്ല ദോഷങ്ങളുമില്ലാത്ത സ്ഥിതിയിലേക്കാണ് ഈ ഒരു ഭാവം പോകുന്നത്. അപ്പോൾ 8ാം ഭാവത്തിലെ ശനിയുടെ മാറ്റം നമുക്ക് താമസിക്കാതെ ഉണ്ടാകും. അപ്പോഴും നമ്മൾ ഈ ഒരു സമയത്ത് മാർച്ച് വരെയുള്ള സമയത്തുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ 9ാം ഭാവസ്ഥിതിയിൽ നമുക്ക് ശനിയുടെ ദോഷങ്ങളൊക്കെ മാറി ശനിയുടെ ഗുണങ്ങളൊക്കെ ഉണ്ടാകും. കാരണം തൊഴിൽ മേഖലയ്ക്കൊക്കെ ഉന്നതി ഉണ്ടാകും, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും, പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടേണ്ട സ്ഥിതിയൊക്കെ ശനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ 9ലോട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഭാഗ്യസ്ഥാനമാണെങ്കിലും ശനിയുടെ അത് ഉള്ള ക്ഷേത്രമല്ല. കാരണം ഉത്തമമായിട്ടുള്ള ശനിയുടെ സ്ഥിതി നിൽക്കുന്ന സ്ഥാനമല്ല. അതുകൊണ്ട് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നക്ഷത്രക്കാർക്ക് ഈ ഒരു ശനിമാറ്റം മൂലം സംഭവിക്കുന്ന സ്ഥിതിയാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ചിങ്ങക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് നമുക്ക് പറയാം. ഇന്ന് ഇവിടെ നിർത്താം. നമസ്കാരം.